എല്ലാവർക്കും നമസ്കാരം. ഓരോ വീഡിയോയിലും നമ്മൾ എന്നാ പറയുക, ഭാവിയെ പറ്റി, ഇൻവെസ്റ്റ്മെൻറ്റും നിക്ഷേപങ്ങളെ പറ്റിയൊക്കെ ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, മലയോര മേഖലയിലും നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേര് കൃഷിക്കാരാണ്. അപ്പോൾ എൻ്റെ കുടുംബം ഒരു കൃഷി ഫാമിലി തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങൾ ജോലിക്കാരായി, ഇപ്പോൾ ബിസിനസ്സുകാരായി. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയിലുള്ളവരാരും തന്നെ കൃഷിയിലേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ ഈ പറമ്പും കാര്യങ്ങളൊക്കെ വെറുതെ കിടക്കും. നമുക്കൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടിയത് ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട്. 10-12 ഏക്കർ സ്ഥലങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ കിടക്കുക. റബ്ബറും കാര്യങ്ങളൊക്കെ വെട്ടി പിന്നീട് അതിനകത്തേക്കൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളെ കാണുന്നുണ്ടാവും എൻ്റെ പുറകിൽ ഈ കാണുന്നത് എൻ്റെ പപ്പയുടെ അനിയൻ്റെ സ്ഥലമാണ്. അപ്പോൾ അവർ 2 മക്കളും ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഞാനും അവനും കൂടെ തീരുമാനിച്ചു, ഞങ്ങളുടെ പറമ്പിൽ ഏകദേശം ഇപ്പോൾ ഒരു 4 ഏക്കർ സ്ഥലമുണ്ട് ഈ കാണുന്നത്, അതിനപ്പുറത്തേക്കും ഉണ്ട്. അപ്പോൾ വെറുതെ കിടക്കുന്ന സ്ഥലത്തിൽ ഒരു പറമ്പ് വെറുതെ കിടന്നതിൽ കാര്യമില്ലല്ലോ, ഒരു ആദായം കിട്ടണമല്ലോ അതിൽ നിന്ന്. അപ്പോൾ എന്താണെങ്കിലും റബ്ബർ വെട്ടാനോ കശുവണ്ടി പെറുക്കാനോ ഒന്നും ഇന്ന് ആരെയും കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചതെന്ന് വെച്ചാൽ പുതിയൊരു നിക്ഷേപം എന്നുള്ള രീതിയിൽ ചന്ദനത്തൈ നടുക എന്നുള്ള രീതിയിൽ അടുത്ത ഒരു 15 വർഷത്തേക്കുള്ളൊരു നിക്ഷേപം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഏകദേശം ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു ഏകദേശം ഞങ്ങളൊരു 1500 മരം നടാൻ ഞങ്ങൾക്ക് ഏകദേശം ഒരു 3 ലക്ഷത്തിന് മേലെ രൂപ ചിലവായി. 3 ലക്ഷം രൂപ മുടക്കിയാൽ ഒരു 15 വർഷത്തിന് ശേഷം ഒരു ഈ 20-30 കോടി അതിൻ്റെ വാല്യൂ ഉണ്ടാകുമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരു മരത്തിന് ഒരു 2 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ നമുക്ക് ഭാവിയിൽ ഒരു 15 വർഷത്തിന് ശേഷം പ്രതീക്ഷിക്കാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ ഭയങ്കര വനവൽക്കരണത്തിനും കാര്യത്തിനൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനം വിൽക്കുന്നതിനൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇത് ഇപ്പോഴും നമുക്ക് ആർക്കും ചന്ദനം വിൽക്കാൻ പറ്റത്തില്ല, നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കണം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അവർ വന്ന് നമ്മളെ വേരടക്കം വന്ന് പിഴുതെടുത്തുകൊണ്ട് പോയി ലേലം ചെയ്തിട്ട് അതിൻ്റെ പൈസയാണ് നമുക്ക് തരുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചുള്ള റിസ്ക് ഇല്ല, പക്ഷേ മോഷണം പോകുന്ന ഒരു റിസ്ക് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോറസ്റ്റ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുക, നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നല്ലതാണ്. പിന്നെ ഇതിന് ഒരു വനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള രീതിയിൽ എന്തോ സബ്സിഡിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനത്തെ ഒരു ഇതിനെപ്പറ്റി ഉദ്ദേശിച്ച് ചെയ്തതല്ല. പറമ്പ് വെറുതെ കിടക്കുന്നു. ഈവൻ ഒരു 15 വർഷത്തിന് ശേഷമാണെങ്കിലും നമ്മുടെ മക്കളൊക്കെ വളർന്നൊന്ന് സെറ്റിലാകുന്ന സമയത്തേക്ക് നമുക്കൊരു ഇൻകം എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോയാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് നഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് ആകെപ്പാടെ നമ്മൾ ഈ മുടക്കിയ ഒരു 3 ലക്ഷം രൂപയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 3 വർഷം നമുക്ക് നല്ലൊരു കെയറിങ് കൊടുക്കേണ്ട ഒരു കാര്യം. എന്നാൽ പോലും ഒരു 4-5 ലക്ഷം രൂപ ചിലവാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ അടുത്ത ഒരു 4 വർഷം കൊണ്ട്. എന്നാൽ പോലും ഭാവിയിലേക്ക് നല്ലൊരു തുക കിട്ടിയാൽ അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ. അപ്പോൾ നിങ്ങളോടും ഞാൻ പറയാനുള്ളത് വെച്ചാൽ, നിങ്ങളിത് കാണുന്ന പലർക്കും ഒരുപാട് സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നുണ്ടാവും, റബ്ബർ വെട്ടാനില്ലാതെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം, ഞാനിപ്പോൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ചു, ഇവിടുത്തെ ഫോറസ്റ്റുകാരോടായിട്ട് സംസാരിച്ചു, അങ്ങനെയാണ് ഇതിനെപ്പറ്റിയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എന്താണെങ്കിലും വളരെ നല്ല ഒരു മുന്നേറ്റം ഞങ്ങൾക്ക് തുടക്കത്തിൽ ചെയ്യാൻ സാധിച്ചു. നല്ല തൈകൾ ഞങ്ങളുടെ നാട്ടിലൊരു ചേട്ടൻ മറയൂരിൽ നിന്ന് തൈകളൊക്കെ എടുത്തു തന്നു. എന്താണെങ്കിലും നല്ല ഒരു സ്കോപ്പ് ഇതിന് കിട്ടുമെന്ന് തന്നെയാണ് വിശ്വാസം. ഇപ്പോഴത്തെ ലെവലിലാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇന്നത്തെ ഒരു കിലോ കാതലിന്, ഒരു ചന്ദനത്തിൽ 1 കിലോ കാതലിന് ഏകദേശം 20,000 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട്. ഒരു 15,000 രൂപ വെച്ച് നിങ്ങൾ കൂട്ടുക. കഴിഞ്ഞ പ്രാവശ്യം ലേലത്തിന് പോയത് 16,000-20,000 രൂപയ്ക്കൊക്കെയാണ്. ഒരു 15,000 രൂപ വെച്ച് കൂട്ടിയാൽ പോലും ഒരു 12 വർഷം പ്രായമുള്ള ഒരു ചന്ദനത്തിൽ നിന്ന് ഏകദേശം 5 കിലോ കാതൽ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 5 കിലോ വെച്ച് 15,000 വെച്ച് കൂട്ടിയാൽ പോലും ഏകദേശം നമുക്ക് 75,000 രൂപയുടെ കാതൽ മാത്രമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വെള്ളച്ചന്ദനത്തിന് വിലയുണ്ട്, അതിൻ്റെ വേരിന് വിലയുണ്ട്, മറ്റേ എല്ലാത്തിനും, അതായത് ഇല ഒഴികെ ബാക്കി എല്ലാത്തിനും ചന്ദനത്തിന് വിലയുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം, വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചെയ്തോ. ഞാൻ പറഞ്ഞു, എല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. നമ്മളുടെ പറമ്പിനെ വെറുതെ പറമ്പുണ്ടായിട്ടും പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളവരായിരുന്നു നാട്ടിലെ രാജാക്കന്മാർ. ഇന്ന് സ്ഥലമൊന്നും ആർക്കും വേണ്ട. നമ്മുടെ നാട്ടിൽ സ്ഥലത്തിനൊന്നും ഒരു വിലയില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ വെറുതെ കാരണവന്മാരായിട്ട് നമുക്ക് തന്നൊരു സ്ഥലം വിറ്റ് അഴിച്ച് കളയുന്നതിനേക്കാളും നല്ലത് അതിൽ നിന്ന് നല്ലൊരു ആദായം ഭാവിയിലേക്ക് കിട്ടിയാൽ, ഈ സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ഥലമില്ലാതെ വന്നാൽ അതൊരു ഇതല്ലേ. അപ്പോൾ ഈ 15 വർഷം നമുക്ക് ഭൂമിയിൽ നിന്ന് ആദായം കിട്ടിയില്ലെങ്കിലും 15 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 20 വർഷത്തിനുള്ളിൽ നല്ലൊരു വരുമാനം കിട്ടിയാൽ, ജീവനോടെ അന്നും ഉണ്ടെങ്കിൽ, നമുക്ക് നല്ല ടെൻഷൻ ഇല്ലാതെ നമുക്കൊരു പൈസ നല്ല എന്നാ പറയുക, ഒരാളെയും പേടിക്കാണ്ട് നല്ലൊരു പൈസ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ചിന്തയാണ് ഈ ഒരു ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഞാനും എൻ്റെ 2 കസിൻസും ഉണ്ട്, അവരുടെയും കൂടെയാണ് രീതിയിലാണ് ഇറക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ ഒരു 2 ഏക്കർ റബ്ബർ തോട്ടം അടുത്ത വർഷം ഇത് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ഇതിനകത്തേക്ക് നമ്മൾ മരം മുറിക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങളും അതിനകത്തേക്ക് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്.
ശരിക്കും നമ്മൾ ചന്ദനം നടുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനത്തിന് ഒരു ഒറ്റയ്ക്ക് വളരാനുള്ള ഒരു സാഹചര്യമില്ല. അതൊരു അർദ്ധപരാഗ സസ്യം, അങ്ങനെയല്ല പറയുന്നത്, അർദ്ധപരാഗ സസ്യം. മറ്റുള്ള വേരിൽ നിന്ന് എന്താ പറയുക, ഇത് ഭക്ഷണം ഊറ്റി ജീവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പരസഹായത്തിനൊരു ചെടി നമുക്ക് നട്ടു കൊടുക്കണം. അത് ഞങ്ങളിവിടെ നട്ടിരിക്കുന്നത് കൊന്നയാണ്, സാധാ കൊന്ന, ചീമക്കൊന്ന എന്ന് പറയുന്ന കൊന്ന. അപ്പോൾ ചീമക്കൊന്നയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ മുകളിൽ വളരാതിരിക്കാൻ മാത്രം നോക്കിയാൽ മതി. ആദ്യത്തെ 2 വർഷം നമ്മളിത് നടുമ്പോൾ അതിൻ്റെ ചുവട്ടിലൊരു ചീര, പൊന്നാങ്കണ്ണി ചീരയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചീര നട്ടു കൊടുക്കണം. കാരണം അതിൻ്റെ വേരിൽ നിന്നാണ് ഇതെടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ ഞാൻ പറയാം, ആദ്യത്തെ ഒരു 4 വർഷം ഇതൊന്ന് നമ്മളൊരു കുട്ടികളൊക്കെ ഒന്ന് ലെവലാകുന്ന പോലെ ആദ്യത്തെ ഒരു 4 വർഷം നമ്മൾ വേണ്ട ഒരു പോഷണവും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നമുക്ക് ഇതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതവിടെ കിടന്ന് വളർന്നോളൂ. അധികം ശുശ്രൂഷിക്കാനോ കാര്യത്തിനൊന്നും പോകാതിരുന്നാൽ മതി. ഇതിന് ഓവർ കെയറിങ്ങോ മരുന്നോ കാര്യങ്ങളോ വളവിടയിലോ കാര്യങ്ങളോ ഒന്നും പാടില്ല. കാട്ട് ചെടിയാണ്, അപ്പോൾ അവിടെ കിടന്ന് വളരുന്ന രീതിയിൽ അങ്ങ് വളരുക. ഇതിൻ്റെ മേലെ എന്താ പറയുക, ഈ നമ്മുടെ ഇവിടെ ഈ റബ്ബർ തോട്ടത്തിലൊക്കെ കാണുന്ന പയറുവള്ളിയുടെ ശല്യമുണ്ട് ഭയങ്കരമായിട്ട്. ഈ കാട്ടുവള്ള കയറുന്നില്ലേ, അത് വന്ന് കയറി ഈ ഒരു സമയത്ത് ആദ്യത്തെ ഒരു 3-4 വർഷം ഇതിനെ ഞെരുക്കി കളയാതെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു പണിക്കാരൻ അല്ലെങ്കിൽ നമ്മളാണെങ്കിലും മൊത്തത്തിലൊന്ന് കയറി ഇറങ്ങി നടന്ന് ഇതിൻ്റെ മേലെ എന്തെങ്കിലും കയറുന്നുണ്ടോ എന്നുള്ള രീതിയിൽ മാത്രം നോക്കിന്ന് പോവുക. അല്ലാത്ത രീതിയിൽ പിന്നെ എന്തെങ്കിലും ഇതിനെന്തെങ്കിലും ചീച്ചിലോ കാര്യങ്ങളോ വന്നിട്ടുണ്ട്, അതിനെന്തെങ്കിലും തുടക്കത്തിൽ ഇച്ചിരി ഇലക്കി മരുന്നടിച്ച് കൊടുക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇത് ചെയ്യാനുള്ളൂ. വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. ഓവർ എക്സ്പെൻസോ കാര്യങ്ങളോ നമുക്കൊന്നും വരുന്നില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നോക്കാം, സ്ഥലമുള്ളവർ ട്രൈ ചെയ്യുക. വെറുതെ നമ്മൾ ഇതിനെക്കുറിച്ച് പേടിച്ചുകൊണ്ടിരിക്കാതെ, എല്ലാ കാര്യത്തിനേക്കാളും പേടിച്ചുകൊണ്ടിരുന്ന എത്ര നാൾ ജീവിക്കാൻ പറ്റും? ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. നമ്മളിനി മേലോട്ട് പോയിട്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ലോ. അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞതിന് ശേഷം അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ചിന്തിച്ചിട്ട് കാര്യമില്ലോ. സ്ഥലം വെറുതെ കിടക്കുന്ന, ഒന്നും ചെയ്യാനില്ല, അപ്പോൾ ചെയ്ത് കൊടുക്കുക. വെറുതെ കിടക്കുന്നതിനേക്കാളും ഭേദമല്ലേ? അത്രേ ഞാൻ ചിന്തിച്ചുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചന്ദനത്തോട്ടം കണ്ടുവെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സ്ഥലം വെറുതെ കിടക്കുന്നവരോടൊക്കെ ഞാനും പറയാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുക. അപ്പോൾ വെറുതെ നമുക്ക് സ്ഥലം ഉണ്ടായിട്ട് അല്ലെങ്കിൽ ചെറിയ പൈസയ്ക്ക് വിറ്റ് കളയുന്നതിനേക്കാളും നല്ലത് ഭാവിയിലേക്കൊരു നിക്ഷേപം അതിൽ നിന്ന് കിട്ടിയാലോ. മക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാരണന്മാർ വീട്ടിൽ തന്നെയുള്ളവരാണെങ്കിൽ പോലും അതിൽ നിന്ന് അവർക്ക് ഒരിക്കലും റബ്ബർ വെട്ടിയിട്ടോ അല്ല മറ്റൊരാളെ വിശ്വസിച്ച് റബ്ബർ വെട്ടു എന്നുള്ള പ്രതീക്ഷയിൽ വെക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ മലയോര മേഖലയുടെ കാര്യമാണ് പറയുന്നത്. ഇവിടെ മിക്കവാറും ചെയ്യുന്നത് മറ്റേ റബ്ബർ അല്ലെങ്കിൽ കശുവണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാവിയിലേക്ക് ആദായം മറ്റുള്ളവരെ വിചാരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആരും ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇനി അതുപോലെ ഒരു പണിക്കാരെ കിട്ടുമോ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ആരുമില്ല, പുതിയ തലമുറയിൽ ആരും തന്നെ നാട്ടിൽ നിൽക്കുന്നില്ല. ആ മക്കൾ വിദേശത്ത് പോയിട്ട് അവരുടെ അടുത്തേക്ക് തന്നെ ഇവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ടേക്ക് കുടിയേറ്റമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതിനെപ്പറ്റി പഠിക്കുക. ഞാൻ പറഞ്ഞു, ഞാനിത് ചെയ്തു എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു ഭാവിയിലേക്കുള്ളൊരു പ്രതീക്ഷ. എല്ലാം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണല്ലോ, നിക്ഷേപമാണല്ലോ. ഇവൻ നമ്മുടെ മക്കൾ ജനിച്ചു, മക്കൾ വലുതാകുമ്പോൾ നമ്മൾക്ക് ഒരു അസറ്റായി മാറുമോ അല്ലെങ്കിൽ ലയബിലിറ്റി ആകുമോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ലല്ലോ. പക്ഷേ നമ്മൾ കൃത്യമായിട്ടെല്ലാം വേണ്ട പരിപോഷണങ്ങളും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാരൻസ് നമ്മളെക്കുറിച്ച് നല്ല രീതിയിൽ പ്രതീക്ഷിച്ചാണ് നമ്മളിപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേ പ്രതീക്ഷയാണ് നമുക്കും ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ പോലെ നമുക്ക് ഒരു വളർത്താൻ സാധിക്കുന്ന ഒരു സാധനമാണ് ചന്ദനം. അപ്പോൾ നടുന്നതിൽ ആർക്കും ഒരു പ്രശ്നങ്ങളോ ഇതിന് അനുമതി ആരുടെയും നോക്കേണ്ട ആവശ്യമില്ല. വിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റുകാരെ ബന്ധപ്പെട്ട് അവരുടെ അനുമതിയോടുകൂടി അവർക്ക് മാത്രമേ ഇത് എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഭാവിയിൽ എന്തെങ്കിലും ഇതിൻ്റെ റെഗുലേഷൻസോ കാര്യങ്ങളോ മാറി വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത് ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം. അവരൊരുപാട് ആനുകൂല്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വയനാട്ടിൽ വലിയ ഒരു മൾട്ടിനാഷണൽ കമ്പനി വന്നിട്ട് അവിടെ ഒരു ഏക്കർ കണക്കിന് സ്ഥലം പാട്ടത്തിനടുത്ത് എന്താ പറയുക ചന്ദന കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പേപ്പറിൽ വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് ചിന്തിക്കുന്നു, നമ്മളും മാറി ചിന്തിക്കുക. എന്നാ പറയുക, ഇത് കള്ളം കൊണ്ടുപോകുമോ അല്ലെ അങ്ങനെ കൊണ്ടുപോകും ഇങ്ങനെ കൊണ്ടുപോകുന്നുള്ള പേടിച്ചുകൊണ്ടിരിക്കാതെ. എല്ലാം റിസ്ക് നമ്മൾ ഇക്വിറ്റിയിൽ ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റ് പൊട്ടുപോകുന്നുള്ള പേടിയാണെങ്കിൽ, ഇവിടെ കള്ളം കൊണ്ടുപോകുന്നുള്ളൊരു പേടിയാണെങ്കിൽ, എല്ലാത്തിനും ഓരോരോ റിസ്ക് ഉണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ കള്ളന്മാർ കൊണ്ടുപോയാലും ഒരു 1500 മരത്തിൽ ഒരു 1000 എണ്ണം തിരിച്ച് കിട്ടിയാൽ അത്രയും രൂപ ആയില്ലേ? അതേ ഞാനും പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ എന്താണേലും ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപം എന്നുള്ള രീതിയിൽ നിങ്ങളും സ്ഥലമുള്ളവർ വേണമെങ്കിൽ നിങ്ങൾക്കും പരിഗണിക്കാം. ഓക്കെ, താങ്ക് യു.